ഹൈ ഗൈസ്, നിങ്ങൾ ലിനക്സിൽ നല്ലൊരു ഡൗൺലോഡ് മാനേജർ നോക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ. പേര് പോലെ തന്നെ നല്ലൊരു കിടിലം പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത്. മാത്രമല്ല ബ്രൗസറിൻ്റെ എക്സ്റ്റൻഷനും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മാത്രമല്ല നിങ്ങളിനി വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസുകാർക്കുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ശേഷം സെർച്ച് ചെയ്യുക എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റ് extremedownloadmanager.com. ഓക്കെ, അപ്പോൾ ആ സൈറ്റിനകത്ത് കയറുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റിനകത്ത് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ലിങ്ക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം വരാൻ പോകുന്ന എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിൻ്റെ പുതിയൊരു വേർഷൻ്റെ ബീറ്റ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബീറ്റയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉപയോഗം വെച്ചിട്ട് ബീറ്റയ്ക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ബീറ്റ അല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയ വേർഷൻ ഇറക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ബീറ്റയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടും. പിന്നെ അല്ലാതെ MSI ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലിനക്സിനുള്ളത് ഇവിടെ ലിനക്സ് ഇൻസ്റ്റാളർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ലിനക്സ് ഇൻസ്റ്റാളർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബീറ്റയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെയും നമുക്ക് കുറേ വേർഷൻസ് ഓരോ പ്ലാറ്റ്ഫോമിനുള്ള വേർഷൻസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഉബുണ്ടുവിനുള്ള ഒന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ .deb തീരുന്നത് കണ്ടില്ലേ ഈ ഫയൽ. അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ക്യാൻസൽ ചെയ്യാണ്, കാരണം ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ബ്രൗസർ മിനിമൈസ് ചെയ്യാം. ശേഷം നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ്സിനകത്ത് കയറാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്തും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്തു. ശേഷം ടൈപ്പ് ചെയ്യുക sudo dpkg സ്പേസ് ഇട്ടിട്ട് -i സ്പേസ് ഇട്ടിട്ട് ഈ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ ഒരു അതായത് എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, കണ്ടില്ലേ ഇവിടെ ഇൻസ്റ്റാൾ ആയത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെർമിനലും ക്ലോസ് ചെയ്യാം, ഒപ്പം ഫയൽ മാനേജറും ക്ലോസ് ചെയ്യാം. ശേഷം ആക്ടിവിറ്റീസ് എല്ലാം വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കാം എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും ഒന്നും കടക്കുന്നില്ല. നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും പരിചയപ്പെടാം. ബാക്കി നിങ്ങൾ തന്നെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ന്യൂ ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നില്ലേ, അതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ ഒരു ഡൗൺലോഡ് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ഇവിടെ ഫയലിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് പേരിടുന്നതായിരിക്കും. ഇനി പേരൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് എവിടെ സേവ് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സേവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഡൗൺലോഡ് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ഡൗൺലോഡ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ഇവിടെ ഇതല്ല നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്യുക, അതായത് നമ്മുടെ ഫയർഫോക്സിനകത്ത് ഒരു ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നു. ആ ഡൗൺലോഡ് ഫയൽ എങ്ങനെ ഈ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിലേക്ക് മാറ്റാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ആ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യണം, നമുക്ക് ബ്രൗസറിൽ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ ഇവിടെ ഒരു ചെറിയ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് ബ്രൗസർ മോണിറ്ററിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ബ്രൗസേഴ്സിന് ഉള്ള എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫയർഫോക്സ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പോൾ ആദ്യം നമുക്ക് ഫയർഫോക്സ് നോക്കാം, പിന്നെ നമുക്ക് ഗൂഗിൾ ക്രോമും അല്ലെങ്കിൽ ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗസേഴ്സിനെ പറ്റിയുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഫയർഫോക്സിനകത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് കണ്ടില്ലേ, HDM ബ്രൗസർ മോണിറ്റർ എന്നും പറഞ്ഞുകൊണ്ട് V8 എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആഡ് ടു ഫയർഫോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചെറിയ വിൻഡോ വരും. അപ്പോൾ അതിനകത്ത് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ആ എക്സ്റ്റൻഷൻ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആ എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈനിക്കോർ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ്, ഈ സൈറ്റിൽ പോവാം. ഓക്കെ, നമുക്കിത് ഓക്കെ എന്ന് അടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഇവിടെ
കോർ എന്ന് പറയുന്നൊരു ഫയലുണ്ട്. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പറ്റും, കണ്ടില്ലേ, ആ ഡൗൺലോഡ് ഫയർഫോക്സിലല്ല ആയത്, നേരെ ആ ഡൗൺലോഡ് നമ്മുടെ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിനകത്ത് വന്നിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ലേറ്റർ എന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കാം. അന്നേരം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയി സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡൗൺലോഡ് നൗ ക്ലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് സ്റ്റാർട്ട് ആയത്, കണ്ടില്ലേ. ഓക്കെ, ഇനി ഇടയ്ക്ക് വെച്ച് എനിക്ക് വേണമെങ്കിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പോസ് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ. അതോടൊപ്പം തന്നെ സ്പീഡ് എനിക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിഫോൾട്ട് 0 എന്ന വാല്യൂ ആണ്. 0 എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എന്നാണ്. അവിടെ മാറ്റിയിട്ട് നമുക്ക് 50 ആക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച്, അതായത് 50 kbps സ്പീഡ് പിന്നെ വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓക്കെ കൊടുക്കുകയാണ്. ശേഷം പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഡൗൺലോഡ് അവിടെ നിൽക്കുകയാണ്. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ്, ആ നിന്നിടത്തു നിന്നും എന്താണ് റിസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, പോസ് ചെയ്ത പോലെ തന്നെയുള്ളൂ, പക്ഷേ ആ വിൻഡോ അങ്ങ് ക്ലോസ് ആയി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ റിസ്യൂം കൊടുത്തപ്പോൾ ആ ഡൗൺലോഡ് ബാക്കിയായിട്ട് ആകുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല 10% നിൽക്കുകയാണ്. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഡൗൺലോഡ് റിസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ചില സൈറ്റുകളിൽ നിന്ന് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഒരു സമയം കഴിഞ്ഞാൽ എന്താണ് എക്സ്പയർ ആയിപ്പോവും. ഓക്കെ, ആ ലിങ്ക് എക്സ്പയർ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ്, ആ ലിങ്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഡൗൺലോഡിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് റീഫ്രഷ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സൈറ്റ് നമ്മുടെ എന്താണ് ബ്രൗസറിനകത്ത് ഓപ്പണായി വരും. എന്നിട്ട് ആ ഒരു ഫയൽ, ഏത് ഫയലാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഫയൽ തന്നെ ഒന്നുകൂടി ഡൗൺലോഡ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ആ സമയത്ത് തന്നെ കണ്ടില്ലേ, ഇവിടെ ന്യൂ ഡൗൺലോഡ് ലിങ്ക് ഈസ് അക്സെപ്റ്റഡ് എന്നും പറഞ്ഞിട്ട് കൊടുക്കും, കണ്ടില്ലേ. അങ്ങനെ നമുക്ക് എന്താണ് ലിങ്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ എക്സ്പയർ ആവുന്ന ലിങ്കുകൾ നമുക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം മുകളിൽ ഈ ഐക്കണിനകത്തില്ല, ഇവിടെ ബ്രൗസർ മോണിറ്ററിനകത്തില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ ഗൂഗിൾ ക്രോമിലുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക. ഇനി ഒരു കാര്യം, നിങ്ങൾ ക്രോമിയം എന്ന ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്തും ഇതേ ടെക്നിക്ക് വർക്ക് ചെയ്യും. പിന്നെ ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ബ്രൗസറിനകത്തും ഇതേ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രോമിയം ലോഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഗൂഗിൾ ക്രോമിനകത്ത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഈ ഒരു എക്സ്റ്റൻഷൻ പേജിനകത്ത് വരും. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ പേജിനകത്ത് വരും. ഇവിടെ ഡെവലപ്പർ മോഡ് ബൈ ഡിഫോൾട്ടായിട്ട് ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഓൺ ആക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ലോഡ് അൺപാക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെല്ലേണ്ടത് റൂട്ട് ഡയറക്ടറിക്കകത്തില്ല. ഓക്കെ, എന്നിട്ട് അവിടെ ഓപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്തില്ല. അതിനകത്താണ് നമ്മുടെ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് HTMan എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതായത് ഫോൾഡർ ഉണ്ട്, അതിനകത്ത് കയറുക. അതിനകത്ത് ക്രോം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് കയറുക. ശേഷം ഇത്രയേ ഉള്ളൂ കാര്യം, സെലക്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ അതായത് എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിൻ്റെ എക്സ്റ്റൻഷൻ ബ്രൗസറിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. നമുക്കാണെങ്കിൽ ഈ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ പിൻ ചെയ്തിടാവുന്നതാണ്, കണ്ടില്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് ഗൂഗിൾ ക്രോമിൽ നിന്നുള്ള ഡൗൺലോഡ്സ് നമുക്ക് എന്താണ് എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, മാത്രമല്ല മറ്റേ മൈക്രോസോഫ്റ്റ് എഡ്ജ് പോലെയുള്ള ബ്രൗസറുകൾ ഓപ്പറ, പിന്നെ ബ്രേവ് ബ്രൗസർ, ഇതൊക്കെ വന്നിട്ട് ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗസറുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതേ മെത്തേഡ് തന്നെ അതിനകത്തും വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ഫയൽസ് ടൈപ്പുകളൊന്നും നമ്മുടെ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ എടുക്കത്തില്ല. ഇവിടെ കുറേ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ വരുന്നത് മാത്രമാണ് ഡൗൺലോഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോമ ടൈപ്പ് ചെയ്തിട്ട് ആ എക്സ്റ്റൻഷൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആപ്പ് ഇമേജ് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം ഇത് ഉപയോഗിച്ച്, ഈ പ്രോഗ്രാം ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആപ്പ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യും. ശേഷം ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് കൊടുക്കുക. അപ്പം ഇനി തൊട്ട് ആപ്പ് ഇമേജ് ഞാൻ ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് ബ്രൗസർ മോണിറ്റർ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓക്കെ, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പം ഇങ്ങോട്ട് വരത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് വലിയൊരു കാര്യമാണ്. പിന്നെ സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ഇത്ര സമയം എന്താണ് തുടങ്ങണമെന്നും ഇത്ര സമയം തീരണം, അങ്ങനെയൊക്കെ നമുക്കിവിടെ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, പക്ഷേ അത് ചിലപ്പോൾ ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് കാണിക്കും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറാം. അപ്പോൾ ഇതിനകത്ത്
നമുക്കൊരു റീല് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റീല് എടുക്കാം. നമുക്ക് ഈ ടാബ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം അല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാ കണ്ടില്ലേ, പ്ലേ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫയൽ എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഒന്ന് ക്ലിക്ക് കൊടുക്കുക, അത് നമ്മുടെ എക്സ്ട്രീം ഡൗൺലോഡ് മാനേജറിനകത്ത് വരും. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സൈറ്റുകളിൽ വീഡിയോ പ്ലേ ചെയ്യുന്നത് മിക്കവാറും ഉള്ള കുറേ സൈറ്റുകളിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എക്സ്ട്രീം ഡൗൺലോഡ് മാനേജർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്, ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് അത്രയാണ് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് കുറേ അല്ലറച്ചില്ലറ ഓപ്ഷൻസുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സെറ്റിങ്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തെല്ലാം ചെല്ലാം. ഓക്കെ, പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ലീപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ആണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്ലീപ്പ് പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡൗൺലോഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആൻറ്റിവൈറസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നും ട്രൈ ചെയ്തില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മാറ്റം വരുത്തിയ ശേഷം എന്ത് ചെയ്യണം, ഇവിടെ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമായിട്ട് പറയാൻ ഉള്ളത്. വേറെ എന്താ പറയുക, നിങ്ങൾ തന്നെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഡിസ്കവർ ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ നിർത്തിപ്പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ പ്രോഗ്രാം പൂർണ്ണമായിട്ട് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ശേഷം ഇത്രയുള്ള കാര്യം sudo dpkg സ്പേസ് ഇട്ടിട്ട് -r ഓക്കെ സ്പേസ് ഇട്ടിട്ട് htman എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.